ബൈബിൾ ഒരു മതഗ്രന്ഥമായിരുന്നുവെങ്കിൽ മറ്റു മതഗ്രന്ഥങ്ങൾക്കുള്ള അത്രയും പ്രാധാന്യതയെ ബൈബിളിനും ഉണ്ടാകത്തുണ്ടായിരുന്നു. എന്നാൽ ലോകത്തിലെ മറ്റൊരു പുസ്തകത്തിനുമില്ലാത്ത 7ഓളം പ്രത്യേകത. ഇത് യോഗങ്ങളുടെ പ്രാരംഭ രാത്രി ആയതുകൊണ്ട് സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ പ്രസംഗിക്കുന്ന ഈ പുസ്തകത്തെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തേണ്ടത് എൻ്റെ കർത്തവ്യത്തിൻ്റെ ഭാഗമാണല്ലോ. ലോകത്തിൽ ഇന്ന് വരെ അച്ചടിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട 2 പുസ്തകങ്ങളാണ്. അതിലൊന്നാമത്തേത് കാറൽ മാർക്സ് വിഭാവനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയാണ്. ആ പുസ്തകം വിറ്റഴിക്കപ്പെട്ടതിനേക്കാൾ 200 മടങ്ങൂടധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണ് ഞാൻ ഇന്ന് രാത്രി ഉയർത്തി പ്രസംഗിക്കുന്ന വിശുദ്ധ ബൈബിൾ. എന്താണ് ഈ പുസ്തകത്തിൻ്റെ പ്രമേയം? ഇതിനൊത്തിരി പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ഈ പുസ്തകം വന്നപ്പം ഈ പുസ്തകം ഇത് കൊണ്ടുവന്ന നാടിനെയൊക്കെ ഭയങ്കരമായിട്ട് പരിവർത്തിച്ചതാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടകളുള്ളത് കായംകുളമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഏറ്റവും കൂടുതൽ ഗൾഫുകാർ താമസിക്കുന്ന സ്ഥലം തൃശ്ശൂരിനടുത്ത് ചാവക്കാട്. അപ്പോൾ തന്നെ കേരളത്തിൽ സിനിമാ കോട്ട ഇല്ലാത്ത ഒരു പ്രത്യേക സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ തൊട്ടടുത്ത് കുമ്പനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെ തന്നെയാണ് കേരളത്തിൽ അതെ ബാറുകളും അങ്ങനെ ഇല്ലാത്ത ഒരു സ്ഥലമാണ്. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് ബാങ്കുകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാങ്കുകളുള്ള ഒരു സ്ഥലം കുമ്പനാട്. അതുമാത്രമല്ല, കേരളത്തിൽ ബാങ്കുകളിൽ ഏറ്റവും കൂടുതൽ പണം കെട്ടിക്കിടക്കുന്നത് കുമ്പനാട്ടെ ബാങ്കിലാണ്. ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രത്യേകത ആ സ്ഥലത്തിന് ഉണ്ട്. അപ്പോൾ തന്നെ മറ്റൊരു പ്രത്യേകത, കേരളത്തിൽ ആദ്യമായിട്ട് ബൈബിൾ അച്ചടിക്കപ്പെട്ടത് കോട്ടയത്താണെങ്കിലും ഏറ്റവും കൂടുതൽ ബൈബിൾ വിറ്റഴിക്കപ്പെട്ട വിതരണം ചെയ്യപ്പെട്ട ഒരു സ്ഥലം കുമ്പനാടാണ്. ഈ ബൈബിള് വിറ്റഴിക്കപ്പെട്ട ഒരു സ്ഥലത്ത് ഇത്രമാത്രം അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബൈബിള് കൈപ്പിടിക്കുന്ന ഏത് വീടാ അനുഗ്രഹിക്കപ്പെടാത്തത്? സ്തോത്രം. നിങ്ങൾക്ക് ആ ബൈബിൾ ഒന്ന് കയ്യിലെടുക്കാൻ പറ്റുമോ? ഒന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? എനിക്ക് പുസ്തകം ഉയർത്തുന്നതിൽ ഒത്തിരി അഭിമാനമാണ് കേട്ടോ. കാരണം റാന്നിയിലെ ഒരു കുടിയേറ്റ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കുടിക്ക് ഒരു കുറവില്ലാത്തവര്. എൻ്റെ അമ്മച്ചന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഒന്നാം തരം കുടിയന്മാരായിരുന്നു. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വളരെ യാദൃച്ഛികമായി, തികച്ച യാദൃച്ഛികമായി കർത്താവിനെ അറിയാൻ ഒരു ഭാഗ്യം എൻ്റെ വല്യപ്പനുണ്ടായി. അങ്ങനെ കണ്ണങ്കര കുടുംബം എന്ന് പറയുന്നത് റാന്നിയിൽ 9 അപ്പന്മാരുടെ മക്കളായിട്ട് 1500 ശാഖക്കാരുള്ള ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിൽ നിന്ന് എൻ്റെ വല്യപ്പൻ ഈ പുസ്തകത്തിന്റെ വക്താവായി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ വല്യപ്പൻ്റെ അപ്പനൊക്കെ പറഞ്ഞു, നീയും നിന്റെ പിള്ളേരും മുടിഞ്ഞു പോകുമെന്ന്. അതിനുള്ള വഴി അദ്ദേഹം ചെയ്തു കേട്ടോ. എല്ലാവരും 9 ഏക്കർ വീതം മേടിച്ചപ്പോൾ എൻ്റെ വല്യപ്പന് മാത്രം വഴിയില്ലാത്തടത്ത് ഒരു 3/4 ഏക്കർ, അതും ഒരു തോടിൻ്റെ കരയിൽ. അപ്പച്ചന് മനസ്സിലായി അതും കൊണ്ട് അവിടെ താമസിച്ചാൽ മുടിയും. പുള്ളി അത് കിട്ടിയ വിലയ്ക്ക് തൻ്റെ സ്വന്തം സഹോദരനെ വിറ്റയച്ച് ഈ പുസ്തകവുമായിട്ട് അങ്ങ് റാന്നിന്ന് പിന്നെയും 17 കിലോമീറ്റർ അപ്പുറത്ത് വനം വെട്ടിത്തെളിച്ച ഒരു സ്ഥലമുണ്ട്, അത്തിക്കയം മടന്നമണ്ണെന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്ത് എന്ന് പാർത്തു. അവിടെ പാർത്തപ്പോഴും എൻ്റെ വല്യപ്പൻ്റെ കയ്യിൽ ഈ പുസ്തകം ഉണ്ടായിരുന്നു. ഈ പുസ്തകം ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നപ്പോൾ ഈ പുസ്തകം ഞങ്ങളുടെ ചരിത്രത്തെ മാറ്റി. പ്രിയപ്പെട്ടവരെ, അത് ശാരീരിക അവസ്ഥകളിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കി. എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം ഇപ്പോഴും ഉണ്ട് ജീവനോട്. അദ്ദേഹം ഭയങ്കര മിടുക്കനായിരുന്നു. 8ാമത്തെ വയസ്സിൽ ആടിനെ വളർത്തി സ്വർണ്ണമാല കഴുത്തേലിട്ട മനുഷ്യനാണ് എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ. അങ്ങനെയൊക്കെ പിള്ളേരുണ്ടാകുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ആ ഒരു അസൂയ തന്നെ അദ്ദേഹത്തെ തളർത്തിക്കളഞ്ഞു 9ാമത്തെ വയസ്സിൽ. അപ്പോൾ അപ്പച്ചൻ്റെ ഒരു പങ്ക് ബിസിനസ്സുകാരനുണ്ട്, കേശവുള്ള പറഞ്ഞു, മാത്യു ചേട്ടാ, ഇത് ചെയ്തു ദോഷമാ, ഇതിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇവിടെ ആരെങ്കിലും മറ്റൊരു മറുകൃതി ചെയ്തേ പറ്റത്തുള്ളൂ. അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനികളാണല്ലോ, നിങ്ങളുടെ ഇടയിലുള്ള ഒരു അച്ഛൻ ഇവിടെ തൊട്ടടുത്ത് കണ്ണമ്പള്ളിപ്പള്ളിയിലുണ്ട്, ഊരിക്കൊമ്പിൽ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ അടുക്ക ചെന്നൊരു ക്രൂശ് രൂപം വാഴ്ത്തിയിട്ടാൽ നിങ്ങളുടെ ചരിത്രം മാറിയേക്കാം. അപ്പച്ചൻ പറഞ്ഞു, ഇല്ല, അങ്ങനെ ആരുടെയും പുറകെ ഞങ്ങൾ പോകത്തില്ല. ഞങ്ങളുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകം അത്ഭുതങ്ങൾ പറയുന്ന പുസ്തക, ഈ പുസ്തകം അടയാളങ്ങൾ പറയുന്ന പുസ്തക, ഈ പുസ്തകം വീര്യപ്രവൃത്തി പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിലെ വചനം വെറും വചനമല്ല, ഈ പുസ്തകത്തിലെ വചനത്തിനകത്ത് ശക്തിയായിരിക്കുന്ന പുസ്തകമായത്. അപ്പച്ചൻ്റെ ആ വിശ്വാസവും ഉറപ്പും ഒക്കെയാണ് പെന്തിക്കോസുകാര്
ഞങ്ങളുടെ വീട്ടിൽ കയറി വരാൻ കാരണം. അവർ വന്നെന്ന് മാത്രമല്ല, അവർ മുട്ടിപ്പായിട്ട് എൻ്റെ അപ്പൻ്റെ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പായി എഴുന്നേറ്റു. ഇപ്പോഴും ഓടി നടക്കുക ആരോഗ്യത്തോട്. ഞാനിന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ. ഈ പുസ്തകം ഏത് ശാരീരിക സ്ഥിതികൾക്കും പരിവർത്തനം ഒരുക്കുന്ന പുസ്തകമാണ്. ഈ പുസ്തകം ഏത് മാനസിക മണ്ഡലങ്ങളെയും മാറ്റുന്ന പുസ്തകമാണ്. ഈ പുസ്തകം ഏതു മനുഷ്യനും നിത്യരക്ഷ ഒരുക്കുന്ന പുസ്തകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ എത്ര പ്രിയപ്പെട്ടവർക്ക് കഴിയും. മറ്റൊരു പുസ്തകത്തിനുമില്ലാത്ത 7 പ്രത്യേകത ഈ പുസ്തകത്തിനുണ്ട്. അത് ഞാൻ സവിസ്തരമായിട്ട് പ്രസംഗിച്ചാൽ ഈ യോഗ 7 രാത്രി നീട്ടേണ്ടിയും വരും, 7 രാത്രി എന്നെ തന്നെ പ്രസംഗിക്കാൻ വിളിക്കേണ്ടിയും വരും. അതുകൊണ്ട് ഞാൻ 7 മിനിറ്റ് കൊണ്ട് പറയാം. ലോകത്തിലെ മറ്റൊരു പുസ്തകത്തിനുമില്ലാത്ത ബൈബിളിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഇതിൻ്റെ പുരാതനത്വമാണ്. പുസ്തകങ്ങൾക്ക് സുദീർഘമായ ഒരു കാലപ്പഴക്കമൊന്നുമില്ല. അശ്രദ്ധമായ കൈവിരലുകൾ പുസ്തകത്താളുകളെ കീറിക്കളയുന്നതാണ്. വെള്ളം പുസ്തകത്തെ അലിച്ചു കളയും, തീ പുസ്തകത്തെ കത്തിച്ചു കളയും, ചിതൽ പുസ്തകത്തെ അരിച്ചു കളയും. നൂറ്റാണ്ടുകളുടെ ബൈബിൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ പുസ്തകത്തെ നശിപ്പിക്കുവാൻ വ്യക്തികളും സാമ്രാജ്യങ്ങളും സമൂഹങ്ങളും ചക്രവർത്തിമാരും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ശ്രമങ്ങളെയെല്ലാം വിപുലമാക്കിക്കൊണ്ട് ഏറ്റവും അധികം ആളുകളുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഇതിൻ്റെ പുരാതനത്വം തന്നെയാണ്. ബൈബിളിൻ്റെ പുരാതനത്വം പോലെ തന്നെ ബൈബിളിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് ഇതിൻ്റെ ആധുനികത. ഇതുപോലെ ആധുനികത വിളിച്ചോതുന്ന ഒരു പുസ്തക ഉലകത്തിൽ വേറെയില്ല. ഭൂമി ഉരുണ്ടതാണെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്ത പുസ്തകം ബൈബിളാണ്. സമുദ്രത്തിൽ പ്രകൃതിദത്തമായ പാതകളുണ്ടെന്നും അതിലൂടെ കപ്പലുകളിൽ യാത്ര ചെയ്ത് മനുഷ്യന് ഭൂഖണ്ഡാതിർത്തികൾ ഭേദിക്കുവാൻ കഴിയുമെന്നുള്ള വിവരം ലോകത്തിന് പറഞ്ഞു കൊടുത്ത പുസ്തകം ബൈബിളാണ്. അങ്ങനെ ആധുനികതയുടെ അതിപ്രസരം നിഴലിക്കുന്ന ഏത് വിഷയത്തെക്കുറിച്ചും ആധികാരികമായി സംവദിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ബൈബിളിൻ്റെ പുരാതനത്വം പോലെ ബൈബിളിൻ്റെ ആധുനികത പോലെ തന്നെ ബൈബിളിൻ്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ് ഇതിൻ്റെ വ്യത്യസ്തത. ഇതുപോലെ വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു പുസ്തക ഉലകത്തിലില്ല. ഇത് ചരിത്ര ഗ്രന്ഥമാണോ? ഉറപ്പാ. ഇത് ശാസ്ത്രീയ ഗ്രന്ഥമാണോ? ഉറപ്പാ. ഇതിനകത്ത് കമ്പ്യൂട്ടർ ഉണ്ടോ? ഉറപ്പായിട്ടുമുണ്ട്. ഇതിനകത്ത് കണക്കുണ്ടോ? ഇതുപോലെ കണക്ക് പറയുന്ന ഒരു പുസ്തകം ഉലകത്തിലില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പുരാതനത്വം, ഇതിൻ്റെ ആധുനികത, ഇതിൻ്റെ വ്യത്യസ്തത, ഇതുപോലെ തന്നെ ബൈബിളിൻ്റെ നാലാമത്തെ പ്രത്യേകതയാണ് അതിൻ്റെ ഐക്യത. ഞാനതെല്ലാം അങ്ങ് വിടുകയാണ്. ബൈബിളിൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സ്വാധീനതയാണ്. ഭയങ്കര ബൈബിളിൻ്റെ സ്വാധീനത. ഇത് മനുഷ്യനെ ദൈവമാക്കുന്ന പുസ്തകമല്ല. ഇത് മനുഷ്യനെ മൃഗമാക്കുന്ന പുസ്തകമല്ല. ഇത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന പുസ്തകം. ഞാൻ പറഞ്ഞത് ചെങ്ങന്നൂറുകാർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇന്നത്തെ ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ അപകടമല്ലേ മനുഷ്യർ ദൈവമാവുന്നത്? അടുത്ത സമയത്ത് ഒരാൾ ദൈവത്തെ ഡൽഹിക്ക് അടുത്ത് അറസ്റ്റ് ചെയ്തത് ഞാൻ വായിച്ചാ. ഒറ്റ അറസ്റ്റ്, 37 പേർ ഒറ്റ അറസ്റ്റിൽ കൊല്ലപ്പെട്ടു. 5 സംസ്ഥാനങ്ങളിൽ 144 പ്രഖ്യാപിച്ചു. അപ്പം ഞാൻ ചിന്തിച്ച്, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള സകല ആൾ ദൈവങ്ങളെയും കൂടെ അറസ്റ്റ് ചെയ്താൽ സുനാമിയിൽ ഉണ്ടായതിൽ കൂടുതൽ ആൾനാശം ഇന്ത്യയിൽ അല്ലേ ഉണ്ടാകത്തില്ലേ? ഏത് മതത്തിൻ്റെയും ഭാഗമാകട്ടെ, ആൾ ദൈവങ്ങളെ എല്ലാം കൂടെ അറസ്റ്റ് ചെയ്താൽ സുനാമിയിൽ ഉണ്ടായതിൽ കൂടുതൽ ആൾനാശം ഇന്ത്യയിൽ ഉണ്ടാകും. മനുഷ്യർ ദൈവമാകുന്നത് ഭയങ്കര അപകടം. അതുപോലെ അപകടം മനുഷ്യർ മൃഗമാകുന്നത്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. കൊമ്പനാനെ പിടിയാനെ കുത്തിക്കൊല്ലുന്നത് നമ്മൾ ഇന്ന് വരെ വായിച്ചിട്ടില്ല. പൂവൻകോഴി പെടക്കോഴിയെ കൊത്തിക്കൊല്ലുന്നത് നമ്മൾ ഇന്ന് വരെ വായിച്ചിട്ടില്ല. ജാതിയുടെ മതത്തിൻ്റെ പകയുടെയും പേര് മനുഷ്യനെ കൊല്ലാൻ മടിക്കാത്ത ഒരു കാലം. ഇന്നത്തെ പത്രമൊക്കെ എന്തു വേദനയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് 5 വർഷം മുമ്പ് കൊന്നു, അതിനുശേഷം വീണ്ടും പക സൂക്ഷിച്ചു വെച്ചേച്ച് കഴിഞ്ഞ രാത്രി 2 പേരെ കൂടെ കൊന്നു. മനുഷ്യനെ മൃഗങ്ങളെ പോലെ അറുക്കുവാൻ മനുഷ്യൻ മടിക്കാത്ത ഒരു കാലം. മനുഷ്യർ മൃഗമാകുന്നു, മനുഷ്യർ മൃഗമാകുന്നു, മനുഷ്യർ ദൈവമാകുന്ന ഈ ആധുനിക ലോകത്തിൽ ഞങ്ങൾ ഒരാളെ പരിചയപ്പെടുത്തുക. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നറിയോ? ദൈവം ആയിരുന്നാളും മനുഷ്യനായി. ക്രിസ്ത്യാനിത്വത്തിന് ഇതാ പഠിപ്പിക്കാവുള്ള. സാർത്തർ എന്ന നിരീശ്വരവാദി ലോകത്തോട് ചോദിച്ച വലിയ ചോദ്യ, ദൈവത്തിന് മനുഷ്യനാകാൻ പറ്റുമോ? ദൈവം മണ്ണിലിറങ്ങുമോ? ദൈവം തന്റെ സ്ഥാനം ഉപേക്ഷിക്കുവോ? ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പറയുക, ഒരു ദൈവം എന്നെ തേടി തന്റെ സ്ഥാനം ഉപേക്ഷിച്ച് മണ്ണി വന്നാൽ അത് മാത്രം മതി എനിക്ക് ആ ദൈവത്തെ സ്നേഹിക്കാൻ. അബൂബസ് മൂസ് എന്ന ദൈവശാസ്ത്രജ്ഞൻ ഇങ്ങനെ പറഞ്ഞു, 1000 ഉണ്ണി 1000 ബേദലഹേമിൽ പിറന്നാലും നിന്റെ ഉള്ളിൽ അവൻ മനുഷ്യനായി പിറക്കുന്നില്ലെങ്കിൽ. ക്രിസ്ത്യാനിത്വം പഠിപ്പിക്കുന്നത് ഇതാ.
ഇന്നത്തെ യോഗം കഴിഞ്ഞ് തറയിൽ കൂടെ നടക്കുന്ന നിങ്ങളെല്ലാവരും കൂടെ അന്തരീക്ഷത്തിൽ കൂടെ പോകണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് പറയാനുള്ള ഒറ്റ സന്ദേശമേ ഉള്ളൂ. ഈ സന്ദേശം നിങ്ങളെ യഥാർത്ഥ മനുഷ്യരാക്കണം. ഹലോ, മനുഷ്യരാക്കണം. തറയിൽ കൂടെ നടക്കുന്നവർ തറയിൽ കൂടെ തന്നെ നടക്കട്ടെ. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുന്ന, അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കുന്ന യഥാർത്ഥ മനുഷ്യരായിട്ട് നമ്മൾ മാറണം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യത്വം പ്രസംഗിക്കുന്നത് പെന്തിക്കോസുകാർ. എന്താ ഞങ്ങളുടെ മനുഷ്യത്വം? കള്ളം പറയരുത്, കള്ളു കുടിക്കരുത്, അതിരുമാന്തരുത്. സ്തോത്രം. ഞങ്ങളാരും ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാറില്ല. ഞങ്ങൾ ഹർത്താൽ നടത്തത്തില്ല. ഞങ്ങൾ കോടതി കേസ് കൊടുക്കത്തില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾ ബന്ധിക്കോസുകാരല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ അടുത്ത് പടിഞ്ഞാറ്റോതറല്ല താമസിക്കുന്നത്. 15 വർഷമായിട്ട് ഒരു വീട്ടിൽ നിന്നാണ് പാല് മേടിക്കുന്നത്. ഒരു ബന്ധിക്കോസിലെ പാസ്റ്റർ വീടാ, പാറയിലെ അച്ചൻകുഞ്ഞു പാസ്റ്റർ. 15 വർഷം. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പാല് നിർത്തിയാൽ അത് മേടിക്കാൻ 100 പേര് നിൽക്കുക. കാര്യം ബന്ധിക്കോസുകാരുടെ വീട്ടിലെ പാലായതുകൊണ്ട് അതിനകത്ത് വെള്ളമില്ല. ഇങ്ങനെ ഒത്തിരി പ്രത്യേകത ഞങ്ങൾക്കുള്ള. ചിലർ ചോദിക്കും, ഈ പാസ്റ്റർമാർ ചുമ്മാ വന്ന് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഗുണം മാത്രമല്ല പറയുന്നത്, നിങ്ങൾക്ക് ഒരു തെറ്റും ഉണ്ട്. ഒരു ചെറിയ തെറ്റുണ്ട്. ഞങ്ങൾക്ക് ഇച്ചിരി ഒച്ച കൂടുതലാന്നുള്ള ഒരു കാര്യം സത്യമാണ്. പിന്നെ നിങ്ങളെ ആരെയും കണ്ടാൽ അതാരും പറയത്തുമില്ല. പഴയ ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞത്.